ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേര് പല ചാനലിലും കണ്ടിട്ടുണ്ടാവും ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് ശരിക്കും ഇത് ഒരുപാട് പേര് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഒറ്റ യൂസ് തന്നെ ഭയങ്കരമായ വൈറ്റ് കളർ വരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇതെല്ലാവരും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്യാറുമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ സത്യാവസ്ഥയാണ് ഞാനിവിടെ കാണിച്ചിരുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ള ഉപയോഗിക്കേണ്ടതും നിങ്ങൾക്ക് ലൈവായിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഈ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചത് ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക ഇനി നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പീസസ് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ ഒരു ഉരുളക്കിഴങ്ങിന് അപ്പോഴും നമുക്കിങ്ങനെ ചെറിയ ഇതായിട്ട് കിട്ടും ഇനി ഇങ്ങനെയും അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പീസസ് ആയി എടുത്താലും മതി നമുക്ക് അതേ വേണ്ടു കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ അപ്പോൾ പെട്ടെന്ന് പുഴുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുക്കി എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ പൊട്ടാറ്റോ ഞാൻ കംപ്ലീറ്റ് ചെറുക്കി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ചെറുതായാലും മതി ഒരുപാടൊന്നും വേണ്ട അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് പശുവും പാലാണ് കേട്ടോ പശുവും പാല് എടുത്തിട്ട് ഒരു കപ്പോളം വേണം അതിന് പാക്കറ്റ് പാലാണെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഒരു കപ്പ് പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസോ ചെറിയോ പൊട്ടാറ്റോക്ക് ഒരു കപ്പ് പാല് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഒരു ഡോവ് സോപ്പാണ് ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ മെയിനായിട്ട് ജപ്പാനീസുകാർ യൂസ് ചെയ്യുന്ന രണ്ട് സാധനമാണ് ഡോവ് സോപ്പ് പൊട്ടാറ്റോ അതേപോലെ തന്നെ പച്ചരി അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പച്ചരി ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു പകുതി ഡോവ് സോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പകുതി കംപ്ലീറ്റ് ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം ഇതൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാനൊന്ന് ചിരകി എടുക്കുന്നുണ്ട് ഡോവ് സോപ്പ് ഇങ്ങനെ ചിരകി എടുത്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതിങ്ങനെ ചിരകി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ചിരണ്ടി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് ചിരകി എടുക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു 4 ടേബിൾ സ്പൂണോളം കിട്ടുന്ന രീതിക്ക് ചിരണ്ടി എടുത്താൽ മതി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പൊട്ടാറ്റോവും പാലും മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു പൊട്ടാറ്റോനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം ഇത് വളരെ ചെറിയ ഇതായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടും ആ വേവുന്ന സമയത്ത് തന്നെ ഈ ഒരു പാലൊന്ന് കുറുകി വരികയും ചെയ്യും നമ്മൾ ഈ ഉരുളക്കിഴങ്ങും പാലും ഇട്ടിട്ട് തിളപ്പിക്കുന്ന സമയത്ത് പാല് നല്ല കട്ടിയായിട്ട് വരും ആ ഒരു സമയം വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് അടിക്ക് പിടിച്ചു പോവും കരിഞ്ഞു പോവും അപ്പോൾ മീഡിയം ഫ്ലെയിം അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതിവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് തിക്കായിട്ടുണ്ട് ഈ തിക്കാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന ആ ഡോവിൻ്റെ സോപ്പ് ഉണ്ടല്ലോ ആ ഡോവിൻ്റെ സോപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഡോവിൻ്റെ സോപ്പ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണ് ഫുള്ള് ഡോവിൻ്റെ സോപ്പ് ഏകദേശം ഇതുണ്ടാവും അത്ര മതി നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ സോപ്പ് ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ സോപ്പ് ഇട്ടാൽ മാത്രമേ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ എല്ലാണെന്നാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പതച്ചെടുക്കുക അതായത് ഇതൊന്ന് പതഞ്ഞ് വരും സോപ്പായതുകൊണ്ട് തന്നെ ഒന്ന് പതഞ്ഞ് വരും പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാകുക നിങ്ങൾക്കിത് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം സാധാരണ നമ്മൾ സോപ്പിട്ട് മുഖം കഴുകുന്നതിന് പകരം ഇത് ഉപയോഗിച്ചിട്ട് ദിവസവും മുഖം കഴുകാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു അവസ്ഥയിൽ നമ്മളിത് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട് നന്നായി ചൂടാറുന്നവരെ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്രീം രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് നന്നായി അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്ര എടുത്താൽ തന്നെ ഒരുപാട് ഉണ്ടാവും കേട്ടോ ഇത് നമുക്കൊരു 2 ആഴ്ചയോളം യൂസ് ചെയ്യാനെല്ലാം ഉണ്ടാവും അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് കോൺഫ്ലോർ യൂസ് ചെയ്യുക കോൺഫ്ലോറിൻ്റെ അളവ് എന്ന് വെച്ചാൽ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടണം ആ ഒരു അളവിനുള്ള കോൺഫ്ലോറാണ് ഒഴിക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് നല്ല അടിപൊളി ക്രീം ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് സംഭവം എല്ലാം അടിപൊളിയാണ് ഇത് ഇനി നമുക്കൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലായിരിക്കണേ ഉറപ്പായിട്ടും അതിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്കിത് ബാത്റൂമിൽ വെച്ച് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം അതുപോലെ ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാം
ഒരു ക്രീമായിട്ടും ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 ഗുണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ അടച്ച് വെച്ച് ഏതായാലും സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഇതെല്ലാം കണ്ടിട്ട് മാത്രം ഇത്രയും പണിയെടുത്തിട്ട് നിങ്ങൾ ഈ ക്രീം തയ്യാറാക്കിയാൽ മതി. അല്ലാത്തവർ ഒരിക്കലും ഇത് പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇത് റിസൾട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. കാരണം കുറച്ച് പണിയുള്ളതും കുറച്ച് ഡോബ് സോപ്പെല്ലാം അത്യാവശ്യം വിലയുള്ള സാധനം എല്ലാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഫേസെല്ലാം മുഖമെല്ലാം കഴുകാറുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ ഏതായാലും ഉണ്ടാക്കി വെച്ച സ്ഥിതിക്ക് നമ്മളത് ഉപയോഗിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഞാനിത് ഒന്ന് കൈമേലിട്ടിട്ടുള്ള ഒരു ഫസ്റ്റ് യൂസിലുള്ള ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇത് വീക്കിലി 2 ടൈംസ് ഫേസ് ക്രീമായിട്ട്, അതായത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനിത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. ഇത് ഡ്രൈ ആവാന്ന് പറഞ്ഞാൽ സോപ്പായതുകൊണ്ട് തന്നെ നന്നായി നമുക്ക് ഡ്രൈ ആയി കിട്ടൂല കേട്ടോ. 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 20 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. കഴുകുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുന്നുണ്ട്. അത് ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്കിന്നാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കിന്നിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെതൊരു നോർമലായിട്ടുള്ള സ്കിന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ വീഡിയോയിൽ പറയുന്നത് 7 ഷെയ്ഡ് നിറം വെക്കുന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ഒരു റിസൾട്ട് ഇല്ല കേട്ടോ. ഉള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുള്ള കളറിനേക്കാളും ഒറ്റൊരു ഷെയ്ഡ് നിറം വരുന്നുണ്ട്. അതുള്ളതാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആവാൻ ഒരു ഫ്രഷ് ലുക്ക് പെട്ടെന്ന് മുഖത്ത് കിട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അല്ലാതെ അവർ ചെയ്യുന്നത് പോലെ ഒറ്റയടിക്കന്നെ വൈറ്റ് പെയിൻ്റ് അടിച്ച പോലത്തെ നിറമൊന്നും ആർക്കും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇതിലും നല്ല ഫേസ് പാക്കുകൾ വേറെ എത്രയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് എത്തുന്ന. അപ്പോൾ ഇതുണ്ട് എൻ്റെ ആദ്യത്തെ വലത് കൈ ഇടത് കൈ തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഭയങ്കര വലിയ മാറ്റമൊന്നുമില്ല. ഒറ്റ ഷെയ്ഡ് മാത്രം നിറം വെക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പണിയെടുത്തിട്ട് ഇങ്ങനൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് ട്രൈ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക കേട്ടോ. ഇത് എൻ്റെ ഒറ്റ യൂസിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാനിത് ഇനിയിപ്പോൾ ഒരു മാസത്തിൽ യൂസ് ചെയ്തിട്ട് വല്ല മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എങ്കിലും ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു ഷെയ്ഡ് നിറം വെക്കാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഒരിക്കലും 7 ഷെയ്ഡ് നിറം നമുക്കിത് കൊണ്ട് കിട്ടുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പലരും പറയാറുണ്ട് പറ്റിച്ചിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് പറ്റിച്ച് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാം ഒരു സാധനം പരീക്ഷിച്ച് അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.